50,000 ആളുകളെ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ആളുകൾ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചി സിറ്റിയിൽ ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു ആവേശമായിരിക്കും. കേരളം ഒഴുകി ഒരു കടൽ പോലെ കൊച്ചിയിലേക്ക് അന്ന് വരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അർജൻറ്റീനൻ ഓസ്ട്രേലിയൻ ടീം കേരളത്തിൽ വന്ന് ഒരു ലോകകപ്പിന് സമാനമായിട്ടൊരു കളി കളിച്ച് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടർ ടിവിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ടാണ്. അത് കേരളത്തിലെ ജനങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് നൽകുമെന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കൂടി കളി കാണാവുന്ന വിധത്തിലുള്ള ടിക്കറ്റിംഗ് സംവിധാനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ടിക്കറ്റ് എങ്ങനെയാണ്, എത്രയാണ് എന്ന് അനൗൺസ് ചെയ്യുന്നുള്ള കാര്യം റിപ്പോർട്ടർ ടി വി തീരുമാനം എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത് ഒരു സസ്പെൻസ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. പക്ഷേ നമ്മൾ എല്ലാവരെയും കളി കാണിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. 50,000 ആളുകളെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റേഡിയത്തിൽ കളി കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാൻ മീറ്റ് ഉണ്ട് നമുക്ക്. അപ്പം മറ്റുള്ളവർക്ക് ഫാൻ മീറ്റിലോടുകൂടി മെസ്സിയെ കാണാനോ അർജൻറ്റീന ടീമിനെ കാണാനോ ഓസ്ട്രേലിയ ടീമിനെ കാണാനുള്ളൊരു അവസരം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്കും ഒരു സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കും അത്.